ഹലോ, സൈലം ബി എസ് സിയുടെ മറ്റൊരു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സിൽ ഒരുവിധപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ സാധാരണയായിട്ട് കണ്ടുവരാറുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ് യൂണിറ്റ് ഡിജിറ്റുകൾ കണ്ടെത്തുക എന്നുള്ള ടൈപ്പിലുള്ള ചോദ്യങ്ങൾ. ഈവൻ HSA മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷൻ ആണെങ്കിലും കേട്ടറ്റിന്റെ എക്സാമിനേഷൻ ആണെങ്കിലും മറ്റ് PSC എക്സാമുകൾക്കാണെങ്കിലും അവിടെ എല്ലാം കോമൺ ആയിട്ട് കണ്ടുവരുന്ന മാത്തമാറ്റിക്സിൽ ഒരു ടോപ്പിക്കാണ് യൂണിറ്റ് ഡിജിറ്റ് കണ്ടെത്തുന്ന ടോപ്പിക്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ കാര്യങ്ങളൊന്ന് പറയാം, നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എടാ, യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം. ഇപ്പോ 1425 എന്ന് പറയുന്ന ഒരു സംഖ്യ നമ്മൾ എടുത്തു. ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് കാണാൻ പറഞ്ഞാൽ അതിന്റെ അവസാനത്തെ അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം, അതാണ് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1425ന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാ? 5. അപ്പൊ ഇതുപോലെ ഒരു സംഖ്യ നിരത്തി എഴുതിയിട്ട് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ അവസാനത്തെ അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ കണ്ടെത്താനൊന്നുമല്ല നമ്മളോട് ചോദിക്കുക. നമ്മളോട് ചോദിക്കുക എന്താന്ന് വെച്ചാൽ ഒരു വലിയ സംഖ്യയുടെ പവറായിട്ട് ഒരു സംഖ്യ തരും, കൃതിയായിട്ട് സംഖ്യ തരും, അല്ലെങ്കിൽ വലിയ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലോ ഗുണിക്കുന്ന രീതിയിലൊക്കെ തരും. എന്നിട്ട് അതിന്റെ അവസാനത്തെ അക്കം ആരാന്നുള്ളത് കണ്ടെത്തുക. അങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ നോക്കാം, പല ടൈപ്പിൽ ചോദ്യങ്ങൾ വരാം. അതിൽ ആദ്യത്തെ ടൈപ്പ് ഗുണനഫലങ്ങളായിട്ട് തന്നാൽ അവസാനത്തെ അക്കം എങ്ങനെ കണ്ടെത്താം, അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, രണ്ട് വലിയ നമ്പറുകളുടെ ഗുണനഫലത്തിന്റെ അവസാനത്തെ അക്കം അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എത്ര, അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം എത്ര, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ഗുണനഫലങ്ങളുടെ അവസാനത്തെ അക്കം കാണാൻ സിമ്പിളാ. അതിന്റെ അവസാനത്തെ അക്കങ്ങൾ മാത്രം എടുക്കണം. ഓക്കെ, 93 ഗുണിക്കണം 46 എന്ന് പറയുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ 93 × 46 ചെയ്യണ്ട, എന്നിട്ട് അതിന്റെ അവസാനത്തെ അക്കം നോക്കുകയല്ല ചെയ്യാം. ആദ്യം 93ന്റെ അവസാനത്തെ അക്കം നോക്കുക, ആരാ? 3. ഗുണിക്കണം 6ന്റെ അവസാനത്തെ അക്കം നോക്കുക, ആരാ? 46ന്റെ അവസാനത്തെ അക്കം നോക്കുക, ആരാ? 6. 3 × 6 ഗുണിക്കുക, 3 × 6 എത്രയാ? 18 കിട്ടുക. അതിന്റെ അവസാനത്തെ അക്കം ആരാണ്? 8. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ അവസാനത്തെ അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം എന്ന് പറയുന്നത് എത്രയാണ്? 8. ചെയ്ത രീതി മനസ്സിലായോ? 93 ഗുണിക്കണം 46ന്റെ അവസാനത്തെ അക്കം ചോദിച്ചാൽ 93ന്റെ അവസാനത്തെ അക്കം എടുക്കുക 3, 46ന്റെ അവസാനത്തെ അക്കം എടുക്കുക 6, അത് രണ്ടും കൂടെ ഗുണിക്കുക 3 × 6 18. അതിന്റെ അവസാനത്തെ അക്കം ആരാന്ന് നോക്കുക. 3 × 6 18ന്റെ അവസാനത്തെ അക്കം വരുന്നത് എത്രയാ? 8. therefore അതിന്റെ അവസാനത്തെ അക്കം കിട്ടുന്നത് 8. അടുത്തൊരു എക്സാമ്പിൾ 207 × 781 × 39 × 94. അതിന്റെ അവസാനത്തെ അക്കം ആരാന്ന് കണ്ടെത്തണം. നോക്കാം, 207ന്റെ അവസാനത്തെ അക്കം 7, ഗുണിക്കണം 1ന്റെ അവസാനത്തെ അക്കം 1, ഗുണിക്കണം 9ന്റെ അവസാനത്തെ അക്കം 9, 39ന്റെ അവസാനത്തെ അക്കം 9. അടുത്തത് 94ന്റെ അവസാനത്തെ അക്കം 4. ഇതിന്റെ അവസാനത്തെ അക്കം നോക്കിയാൽ മതി. അതിനെന്താ ചെയ്യുക? 7 × 1 7, ഗുണിക്കണം 9 × 4 എത്രയാണ്? 36. ഇവിടെ വീണ്ടും ഇതേ പരിപാടി ചെയ്യുക. 7ന്റെ അവസാനത്തെ അക്കം 7, 36ന്റെ അവസാനത്തെ അക്കം 6, 7 × 6 ചെയ്താൽ നീക്ക് കിട്ടുന്നത് എത്രയാ? 42. അതിന്റെ അവസാനത്തെ അക്കം 2. therefore ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് കിട്ടുന്നത് എത്രയാ? 2. ഒന്നും കൂടെ പറയാം ചെയ്ത കാര്യം, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റ പ്രാവശ്യം കൂടെ നന്നായിട്ട് നോക്കൂ. എന്താ ചെയ്തത്? ആദ്യം 207ന്റെ അവസാനത്തെ അക്കം 7, ഗുണിക്കണം 781ന്റെ അവസാനത്തെ അക്കം 1, 39ന്റെ അവസാനത്തെ അക്കം 9, 94ന്റെ അവസാനത്തെ അക്കം 4. അതെല്ലാം കൂടെ ഗുണിക്കേണ്ട. ആദ്യം 7 × 1 ചെയ്യുക 7, ഗുണിക്കണം 9 × 4 36 അല്ലേ? നമുക്ക് അവസാനത്തെ അക്കം മാത്രം മതി. 36ന്റെ അവസാനത്തെ അക്കം 6. 7 × 6 ഗുണിച്ചാൽ കിട്ടുന്നത് എത്രയാ? 42. അതിന്റെ അവസാനത്തെ അക്കം 2. therefore ലാസ്റ്റ് ഡിജിറ്റ് എത്രയാ? 2. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഒന്നും കൂടെ നോക്കാം. 641 ഗുണിക്കണം 673 ഗുണിക്കണം 677 ഗുണിക്കണം 679 ഗുണിക്കണം 681. നോക്കാം, 641ന്റെ അവസാനത്തെ അക്കം 1, ഇവിടത്തെ അക്കം 3, ഇവിടെ 7, ഇവിടെ 9, ഇവിടെ 1. ഗുണിച്ചു നോക്കാം. 1 3 3, 3 × 7 21. അതിന്റെ അവസാനത്തെ അക്കം 1, ഗുണിക്കണം 9 × 1 അവസാനത്തെ അക്കം 9, 1 × 9 9, അവസാനത്തെ അക്കം 9. therefore 9 ആണ് ആൻസർ വരിക.
ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോ, ഒറ്റ തവണ കൂടെ നന്നായിട്ട് നോക്കുക എങ്ങനെയാ ചെയ്യാൻ പറ്റുക. അവസാനത്തെ അക്കങ്ങൾ 1 ഗുണിക്കണം 3 ഗുണിക്കണം 7 ഗുണിക്കണം 9 ഗുണിക്കണം 1. എല്ലാം കൂടെ ഗുണിക്കണ്ട, ഒരു 3 3 3 × 7 21. അതിന്റെ അവസാനത്തെ അക്കം 1 ഗുണിക്കണം 9 × 1 9. അതിന്റെ അവസാനത്തെ അക്കം 9. 1 × 9 9. 9ന്റെ അവസാനത്തെ അക്കം എത്രയാ? 9. therefore കിട്ടിയിട്ടുണ്ട്. റെഡിയാണോ? എങ്ങനെ ചെയ്തെന്ന് മനസ്സിലായോ? അപ്പൊ നോക്കാം, യൂണിറ്റ് ഡിജിറ്റ് അവസാനത്തെ അക്കം കാണാനുള്ള മെത്തേഡ് ഇങ്ങനെയാണ്. ഗുണനഫലങ്ങളായിട്ട് വന്നാൽ ആ ഗുണനഫലങ്ങളിൽ ഓരോ സംഖ്യയുടെയും അവസാനത്തെ അക്കങ്ങൾ ഗുണിക്കുക, അതിന്റെ അവസാനത്തെ അക്കം എഴുതിയാൽ അവസാനത്തെ അക്കം കിട്ടും, യൂണിറ്റ് ഡിജിറ്റ് കിട്ടും. ഇനി സെക്കൻഡ് കേസിലേക്ക് കൃതികളായിട്ട് വന്നാൽ, വലിയ വലിയ സംഖ്യകളുടെ പവറുകളായിട്ട് വന്നാൽ, അപ്പൊ അതിന്റെ ഐഡിയ, കോമൺ ആയിട്ടുള്ള ഐഡിയ എങ്ങനെയാണ്? ഓക്കെ, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ, അതായത് ഇങ്ങനെ വരും 1234 ഹോൾ റൈസ് ടു 525. ഇതിന്റെ അവസാനത്തെ അക്കം എത്ര? 3421 ഹോൾ റൈസ് ടു 500 അല്ലെങ്കിൽ 2019. ഇതിന്റെ അവസാനത്തെ അക്കം എത്ര? ഇങ്ങനെ വലിയ വലിയ പവറുകൾ തന്നിട്ട് അതിന്റെ അവസാനത്തെ അക്കം കാണാൻ പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതില് താഴെ തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ കളി കംപ്ലീറ്റ് കിടക്കുക. പവർ അല്ല കേട്ടോ, പവർ അല്ല, അതിന്റെ ബേസ് ഉണ്ടല്ലോ താഴെ തന്നിരിക്കുന്ന, അതിന്റെ അവസാനത്തെ അക്കത്തിനെ ബേസ് ചെയ്തിട്ടാണ് കളി ഫുള്ള് നടക്കുക. അതിന്റെ അവസാനത്തെ അക്കം താഴെ പറയുന്ന 4 നമ്പറിൽ ഏതെങ്കിലും ആണെങ്കിൽ നമ്മൾ കഴിച്ചിലായി. ഏതാ? 0156 അല്ലെങ്കിൽ 1056. 1056 എന്ന് പറയുന്ന ഈ 4 സംഖ്യകളിൽ ഏതെങ്കിലും സംഖ്യ അവസാനത്തെ അക്കമായിട്ട് വരുന്ന സംഖ്യകളുടെ ഏത് പവർ എടുത്താലും അതിന്റെ അവസാനത്തെ സംഖ്യ ഇതൊക്കെ തന്നെയായിരിക്കും. ഓക്കെ, 0ന്റെ പവർ, ഏത് പവർ എടുത്താലും അവസാനത്തെ അക്കം 0. 1 അവസാനം വരുന്ന ഏത് സംഖ്യയുടെ ഏത് പവർ എടുത്താലും അവസാനത്തെ അക്കം 1. 5 അവസാനത്തെ അക്കമായിട്ട് വരുന്ന സംഖ്യയുടെ ഏത് പവർ എടുത്താലും അതിന്റെ അവസാനത്തെ അക്കം 5. 6 അവസാനത്തെ അക്കമായിട്ട് വരുന്ന സംഖ്യയുടെ ഏത് പവർ എടുത്താലും അതിന്റെ അവസാനത്തെ അക്കം 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ശരിക്കും ശ്രദ്ധിക്കണേ, നന്നായിട്ട് ആലോചിച്ചിട്ട് പറയണം. 7296 ഹോൾ റൈസ് ടു 1234. ഈ സംഖ്യയുടെ അവസാനത്തെ അക്കം ആരാ? നോക്കടാ, 1056. ഇതിൽ ആരെങ്കിലുമാണ് ബേസിന്റെ അവസാനത്തെ അക്കമെങ്കിൽ ആ സംഖ്യയുടെ അവസാനത്തെ അക്കം അയാൾ തന്നെ ആയിരിക്കും, 6. കിട്ടിയോ? അടുത്തത് 341 റൈസ് ടു 2024. അവസാനത്തെ അക്കം 1 ആണെങ്കിൽ, 1056 ആരെങ്കിലും ആണെങ്കിൽ അവസാനത്തെ അക്കം അത് തന്നെ അവസാനത്തെ അക്കം വരിക. അതിന്റെ അവസാനത്തെ അക്കം നിർബന്ധമായിട്ട് 1 തന്നെ ആയിരിക്കും. അടുത്തത് 3425 ഹോൾ റൈസ് ടു 19. ഇതിന്റെ അവസാനത്തെ അക്കം നമ്മുടെ കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. ഇയാൾ അവസാനത്തെ അക്കം, ബേസിന്റെ അവസാനത്തെ അക്കം 5 ആണെങ്കിൽ ആ സംഖ്യയുടെ അവസാനത്തെ അക്കവും 5 തന്നെ ആയിരിക്കും. റെഡി? എക്സാമ്പിൾ നോക്കാം. 255 ഹോൾ റൈസ് ടു 12. ഇതിന്റെ അവസാനത്തെ അക്കം ആരായിരിക്കും? ആലോചിക്കണ്ട, 5. 1056 ആര് വന്നാലും അവസാനത്തെ അക്കം അത് തന്നെയാ വരിക. 396 റേസ് ടു 1254. അവസാനത്തെ അക്കം നോക്കണ്ട, 6 തന്നെയായിരിക്കും അവസാനത്തെ അക്കം വരിക. അടുത്ത നോക്കാം. 241 ഹോൾ റേസ് ടു 135 ഗുണിക്കണം 7236 ഹോൾ റേസ് ടു 123. അവസാനത്തെ അക്കം നോക്കാം. ആദ്യത്തേതിന്റെ ബേസിലുള്ള അവസാനത്തെ സംഖ്യ 1, അപ്പൊ അതിന്റെ അവസാനത്തെ അക്കം 1 ഗുണിക്കണം 7236ന്റെ ബേസിലുള്ള അവസാനത്തെ അക്കം 6. 1056 ആളാണെങ്കിൽ അതിന്റെ അവസാനത്തെ അക്കം 6 തന്നെയാണ്. 1 × 6 കിട്ടുന്നത് 6 ആണ്. അപ്പൊ ഈ ടോട്ടൽ സാധനത്തിന്റെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് ആരാണ്? 6. നേരത്തെ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ പറഞ്ഞില്ലേ, അതാണ് കേസ്. അടുത്ത പ്ലസ് ചെയ്യുന്ന കാര്യം നോക്കാം. 266 ഹോൾ റൈസ് ടു 13 പ്ലസ് 395 ഹോൾ റൈസ് ടു 45. നോക്കാം. നമുക്കറിയാം 266 ഹോൾ റൈസ് ടു 13 1056 വരുന്ന 6 ആണ് ബേസിന്റെ അവസാനത്തെ അക്കം വരുന്നത്. അപ്പൊ ഇതിന്റെ അവസാനത്തെ അക്കം 6 പ്ലസ് ഇയാളുടെ അവസാനത്തെ അക്കം 5. therefore ഈ പവറിന്റെ അവസാനത്തെ അക്കം 5. 6ഉം 5ഉം കൂട്ടിയാൽ കിട്ടുന്നത് 11. അതിന്റെ അവസാനത്തെ അക്കം 1. therefore ഈ ടോട്ടൽ സാധനത്തിന്റെ അവസാനത്തെ അക്കം വരുന്നത് എത്രയാ? 1 ആണ്. കിട്ടിയോ? ആശയം മനസ്സിലായോ? അപ്പൊ പവർ ആയിട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ അവസാനത്തെ അക്കം കണ്ടെത്താൻ 1056 ഇതിൽ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ കഴിച്ചിലായി. ഓക്കെ, 1056 എന്ന് പറയുന്ന നമ്പറിൽ ആരെങ്കിലും
ഏതെങ്കിലും പവറിൽ ബേസിന്റെ അവസാനത്തെ അക്കം വരികയാണെങ്കിൽ ആ പവറിന്റെ ടോട്ടൽ അവസാനത്തെ അക്കം ആ സംഖ്യ തന്നെ ആയിരിക്കും. റെഡി? ഇനി അതല്ലാത്ത സംഖ്യകൾ നോക്കാം. എടാ, ബേസിൽ അവസാനത്തെ അക്കം 4ഉം 9ഉം വന്നാൽ എങ്ങനെ ചെയ്യും? ബേസിൽ അവസാനത്തെ അക്കം 4ഉം 9ഉം വന്നാൽ ടോട്ടൽ സംഖ്യയുടെ അവസാനത്തെ അക്കം കാണാൻ ആ പവർ നോക്കുക. ആ 4ന്റെ മുകളിലുള്ള പവർ ഓഡ് ആണെങ്കിൽ 4 തന്നെയാണ് കിട്ടുക. അതിന്റെ മുകളിലുള്ള പവർ ഈവൺ ആണെങ്കിൽ 6 കിട്ടുക. 9 ആണെങ്കിലും കേസ് അങ്ങനെ തന്നെ. മുകളിൽ ഓഡ് പവർ ആണെങ്കിൽ 9 തന്നെ, മുകളിൽ ഈവൺ പവർ ആണെങ്കിൽ 1 കിട്ടും. നോക്കാം ചെയ്തത് എങ്ങനെയാ നോക്കാം, ശ്രദ്ധിച്ചോ. 1729 ഹോൾ റൈസ് ടു 2024. ബേസിന്റെ അവസാനത്തെ അക്കം 9 ആണ്. ബേസിന്റെ അവസാനത്തെ അക്കം 9 ആണെങ്കിൽ അതിന്റെ പവർ ഓഡ് ആണെങ്കിൽ അവസാനത്തെ അക്കം 9 ആണ്. ഈവൺ ആണെങ്കിൽ അവസാനത്തെ അക്കം 1. പവർ നോക്ക്, 2024 ഈവൺ ആണ്. അപ്പൊ ഇതിന്റെ അവസാനത്തെ അക്കം യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 1. ഐഡിയ കിട്ടിയോ? അടുത്താണ് 2024 ഹോൾ റൈസ് ടു 321. നോക്ക്, ബേസിലുള്ള അവസാനത്തെ അക്കം 4. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ സംഖ്യയുടെ അവസാനത്തെ അക്കം കാണാൻ പവർ ഓഡ് ആണോ ഈവൺ ആണോ നോക്കുക. പവർ എന്ന് പറയുന്ന ആള് 321 ഓഡ് ആണ്. അപ്പൊ അതിന്റെ അവസാനത്തെ അക്കം വരിക 4. 2 കേസ് കിട്ടിയല്ലോ. എക്സാമ്പിൾ നോക്കാം. പെട്ടെന്ന് ഒറ്റക്കൊന്ന് പറഞ്ഞു നോക്കിക്കോളൂ. 124 ഹോൾ റൈസ് ടു 15. അതിന്റെ അവസാനത്തെ അക്കം ആരാ? ഇവിടെ 4 അല്ലേ വരുന്നത്. മുകളിൽ ഒറ്റ സംഖ്യ ആണെങ്കിൽ എന്തായിരിക്കും അവസാനത്തെ അക്കം വരിക? 4 തന്നെ. അടുത്തത് 3254 ഹോൾ റൈസ് ടു 1242. മുകളിൽ വരുന്ന പവർ ഈവൺ നമ്പർ ആണെങ്കിൽ 6 ആണ് കിട്ടുന്നത്. നോക്ക്, 6 കിട്ടുക. 1259 ഹോൾ റൈസ് ടു 321. 9ന്റെ മുകളിലുള്ള പവർ ഓഡ് ആണെങ്കിൽ 9 തന്നെയാണ് കിട്ടുക. 9 തന്നെയാണ് കിട്ടുക. 9ന്റെ മുകളിലുള്ള പവർ 122. ഈവൺ ആണെങ്കിൽ എത്രയാ കിട്ടുക? 1 അല്ലേ കിട്ടുക. ഈവൺ ആണെങ്കിൽ 1 ആണ് കിട്ടുക. ഇതാണ് സാധനം. ഇത്രയും. അപ്പൊ 4 നമ്പറുകൾ അവസാനം വന്നാൽ 6 നമ്പറുകൾ അവസാനം വന്നാൽ നമ്മൾ പഠിച്ചു 1, 0, 5, 6. ഈ 4 നമ്പറുകളിൽ ആരെങ്കിലും ഒരാൾ അവസാനം വരികയാണെങ്കിൽ അവസാനത്തെ അക്കം ആ സംഖ്യ തന്നെയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് 4ഉം 9. 4ഉം 9ഉം അവസാനമായിട്ട് വരുന്ന പവറുകളുടെ അവസാന അക്കം കാണാൻ മുകളിൽ ഈവൺ നമ്പർ ആണെങ്കിൽ 4 തന്നെ കിട്ടുക. മുകളിൽ ഓഡ് നമ്പർ ആണെങ്കിൽ മുകളിൽ ഈവൺ നമ്പർ ആണെങ്കിൽ 4 6 ആണ് കിട്ടുക. മുകളിൽ ഓഡ് നമ്പർ ആണെങ്കിൽ 4 4 കിട്ടുക. അതേപോലെ 9ന്റെ കേസിലും. റെഡി? ഇനി അവസാനം ഇതൊന്നും അല്ലാത്ത സാധനം. ഇപ്പൊ ഏതൊക്കെ പഠിച്ചു? 1, 0, 5, 6 പഠിച്ചു. 4, 9 പഠിച്ചു. ഇനി ആരൊക്കെയുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, 5, 6 കഴിഞ്ഞു, 7 ഉണ്ട്, പിന്നെ 8 ഉണ്ട്. ഈ സംഖ്യകളൊക്കെ വന്നാൽ എങ്ങനെ കിട്ടും? അതാണ് അടുത്ത് പറയുന്നത്. കൃതികളുടെ അവസാനത്തെ അക്കം 2, 3, 7, 8 ആയാൽ എങ്ങനെ കിട്ടും? അതിനൊരു കോമൺ ആയിട്ടുള്ള വഴിയുണ്ട്. അതിന് നിങ്ങൾ ബന്ധം മനസ്സിലാക്കി വെക്കണം. എടാ, 2 റൈസ് ടു 1 2, അവസാനത്തെ അക്കം 2. 2 സ്ക്വയർ 4. 2 ക്യൂബ് 8. 2 റൈസ് ടു 4 16. 2 റൈസ് ടു 5 32. 2 റൈസ് ടു 6 64. 2 റൈസ് ടു 7 128. 2 റൈസ് ടു 8 കിട്ടുന്ന എത്രയാണെന്നറിയോ? 2 റൈസ് ടു 8 കിട്ടുന്ന എത്രയാ? 128ന്റെ ഡബിൾ ആയിരിക്കും വരുന്നത്. 128ന്റെ ഡബിൾ 100ന്റെ ഡബിൾ 200. 28ന്റെ ഡബിൾ വരുന്നത് എത്രയാണ്? 56 അല്ലേ? 256 എന്ന് വരുന്നുണ്ട് 2 റൈസ് ടു 8 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായിരിക്കും. 2 റൈസ് ടു 1ന്റെ അവസാനത്തെ അക്കം 2. 2 സ്ക്വയറിന്റെ അവസാനത്തെ അക്കം 4. 2 ക്യൂബിന്റെ അവസാനത്തെ അക്കം 8. 2 റൈസ് ടു 4ന്റെ അവസാനത്തെ അക്കം 6. പിന്നെ 2 റൈസ് ടു 5ന്റെ അവസാനത്തെ അക്കം 2. 2 റൈസ് ടു 6ന്റെ അവസാനത്തെ അക്കം 4. 2 റൈസ് ടു 7ന്റെ അവസാനത്തെ അക്കം 8. 2 റൈസ് ടു 8ന്റെ അവസാനത്തെ അക്കം 6. അപ്പൊ നോക്കിയാൽ തന്നെ ഒരു ബന്ധം മനസ്സിലാവും. എടാ, മുകളിൽ പവർ 1, 2, 3, 4 വരെയുള്ള സാധനം വരുമ്പോ എന്താണ് അവസാനത്തെ അക്കം വരിക? 2, 4, 8, 6 ഇതിലേതോ ഒന്ന്. പിന്നെ അങ്ങോട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് വരിക ചെയ്യാം. ഓക്കെ, ആദ്യത്തെ 4 ഇങ്ങനെയാണ് വരിക. പിന്നെ ഉള്ളതിന് കംപ്ലീറ്റ് ആയിട്ട് ഇയാൾ റിപ്പീറ്റ് ചെയ്ത് വരിക ചെയ്യാം. 4 കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ വീണ്ടും 2 റൈസ് ടു 1ന്റെ വരിക. 2 റൈസ് ടു 6 ആണെങ്കിൽ 2 സ്ക്വയറിന്റെ അവസാനത്തെ അക്കം തന്നെ. 2 റൈസ് ടു 7 ആണെങ്കിൽ 2 ക്യൂബിന്റെ അവസാനത്തെ അക്കം തന്നെ. അപ്പൊ ഇത് കണ്ടെത്താനുള്ള കോമൺ ആയിട്ടുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ശരിക്കും ശ്രദ്ധിച്ചു. 2ന്റെ മുകളിലുള്ള ആള് 4ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്ന രീതിയിലാണെങ്കിൽ അവസാനത്തെ അക്കം വരിക 2 റൈസ് ടു 1ന്റെ അവസാനത്തെ അക്കം തന്നെ.
2ന്റെ മുകളിലുള്ള ആള് 4ന്റെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ അവസാനത്തെ അക്കം വരുന്നത് 2 സ്ക്വയറിന്റെ അവസാനത്തെ അക്കം തന്നെ 4. 2ന്റെ മുകളിലുള്ള ആള് 4ന്റെ മൾട്ടിപ്പിളിനോട് 3 കൂട്ടുന്ന രീതിയിലാണെങ്കിൽ അവസാന അക്കം വരിക 2 ക്യൂബിന്റെ അവസാന അക്കം തന്നെ. 2ന്റെ മുകളിലുള്ള ആള് 4ന്റെ മൾട്ടിപ്പിളിനോട് 4 കൂട്ടുന്ന രീതിയിൽ, അതായത് 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരികയാണെങ്കിൽ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 2⁴ അവസാനത്തെ അക്ക വരിക. ഇതാണ് അതിന്റെ ആശയം. ഈ ആശയം മനസ്സിലാക്കി വെച്ചാൽ മതി. മറ്റേതിനും ഇതേപോലെ തന്നെയാ വരിക. അടുത്ത കേസിനും സെയിം കാറ്റഗറിയിൽ തന്നെയാ വരിക. ഇനി ഏതൊക്കെയാ നമ്പർ അവിടെ ഉള്ളത്? 3. ഇതേ സെയിം 3ന്റെ മുകളിലുള്ള നമ്പർ 4ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്ന രീതിയിലാണെങ്കിൽ 3⁻1ന്റെ അവസാനത്തെ അക്കം തന്നെയാണ് അതിന് വരിക. 3ന്റെ മുകളിലുള്ള ആള് 4ന്റെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടുന്ന രീതിയിലാണെങ്കിൽ 3² അവസാനത്തെ അക്കം തന്നെയാണ് അതിന്റെ അവസാനത്തെ അക്കം. 3ന്റെ മുകളിലുള്ള ആള് 4ന്റെ മൾട്ടിപ്പിളിനോട് 3 കൂട്ടുന്ന രീതിയിലാണെങ്കിൽ അവസാനത്തെ അക്കം 3³ അവസാനത്തെ അക്കം തന്നെ. 3ന്റെ മുകളിലുള്ള ആള് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവസാനത്തെ അക്കം 3⁴ അവസാനത്തെ അക്കം തന്നെ. ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. ഇതേപോലെ തന്നെയാണ് എന്തിനും വരുന്നത്? 7നും 8നും ഒക്കെ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് നോക്ക്. 1233 ഹോൾ റൈസ് ടു ഒരു 27 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അവസാനത്തെ അക്കം ആരാന്ന് കണ്ടെത്താൻ നിങ്ങൾ ആലോചിക്കുക. 3 ആണ്, നമ്മുടെ കാറ്റഗറിയിൽ ഒന്നും പെടാത്ത ആളാ. മുകളിലേക്ക് നോക്കുക, പവർ 27 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിളിനോട് എന്ത് കൂട്ടിയതാ? 27ന്റെ അടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 24. 24നോട് 3 കൂട്ടിയതാ 27. അപ്പൊ ഇതിന്റെ അവസാനത്തെ അക്കം കാണാൻ 3³ അവസാനത്തെ അക്കം കണ്ടാൽ മതി. 3³ എന്ന് പറഞ്ഞാൽ എത്രയാ കിട്ടുന്നത്? 27 അല്ലേ കിട്ടുന്നത്? അതിന്റെ അവസാനത്തെ അക്കം 7. അപ്പൊ ഇതിന്റെ അവസാനത്തെ അക്കം 7. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 2532 ഹോൾ റൈസ് ടു ഒരു 2022. ഇതിന്റെ അവസാനത്തെ അക്കം ആരാ? നോക്കടാ, 2 വന്നു. 2 വന്നാൽ അവസാനത്തെ അക്കം കാണാൻ മുകളിലുള്ള സാധനം 4ന്റെ മൾട്ടിപ്പിളിനോട് എത്ര കൂട്ടിയതാ? അപ്പൊ 2022ന്റെ അടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ കാണാം. എടാ, 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ അവസാനത്തെ 2 അക്കം നോക്കിയാൽ മതി. 22 നോക്കിയാൽ മതി. 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 22ന്റെ തൊട്ട് മുമ്പേയുള്ള 4ന്റെ മൾട്ടിപ്പിൾ 20. അപ്പൊ അതിനോട് 2 കൂട്ടിയതാ. അപ്പൊ 2022 എന്ന് പറഞ്ഞാല് 4ന്റെ മൾട്ടിപ്പിളിനോട് എത്ര കൂട്ടുന്ന രീതിയിലാണ്? 2 കൂട്ടുന്ന രീതിയിലാണ്. അപ്പൊ നമുക്ക് 2 സ്ക്വയറിന്റെ അവസാനത്തെ അക്കം കണ്ടാൽ മതി. അത് എത്രയാ? 4. റെഡി? നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ 27 എന്ന് പറയുന്ന ആളെ 4 കൊണ്ട് ഹരിക്കുക. 27 എത്ര 4 ഉള്ളത്? 6 4. 6 4 24 അല്ലേ? ശിഷ്ടം എത്രയാ? 3. ആ ശിഷ്ടം ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. 2022 നീക്ക് പെട്ടെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 4 കൊണ്ട് ഹരിക്കുക. 20 5 4. 5 4 20. 20 20 കുറച്ചാൽ എത്രയാണ്? 0 എന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എത്രയാ കിട്ടുന്നത്? 0 എന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ആ 2 ഇങ്ങോട്ട് ഇറക്കിടുന്നു. 0 2 എത്രയാ? 5. അത് അഗെയിൻ 0 എന്ന് കിട്ടുന്നുണ്ട്. 22 എത്രയാ കിട്ടുന്നത്? 22 4 വരുന്നത് എത്രയാടോ? 6 4 5 4 20 എന്ന് കിട്ടുന്നുണ്ട്. റിമൈൻഡർ എത്രയാ? 2. ആ 2 ഇട്ട് കൊടുത്താലും മതി. നോക്കാം, എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിച്ചോളൂ കേട്ടോ. എക്സാമ്പിൾ നോക്കാം, നന്നായിട്ട് ശ്രദ്ധിക്കുക. 73 ഹോൾ റൈസ് ടു 54. ഇതിന്റെ അവസാനത്തെ ഡിജിറ്റ് കാണണം, അവസാനത്തെ അക്കം കാണണം. ഒന്ന് ചെയ്തു നോക്കാം, ശ്രദ്ധിച്ചോ. എടാ, 3 വന്നാൽ മുകളിലുള്ള നമ്പർ 54 4ന്റെ മൾട്ടിപ്പിളിനോട് എന്ത് കൂട്ടുന്ന രീതിയിലാണ്? അപ്പൊ ഒന്നെങ്കിലേക്ക് 54നെ 4 കൊണ്ട് ഹരിച്ചു നോക്കാം. 5ൽ ഒരു 4, ഒരു 4 4, ശിഷ്ടം 1. 14 എത്ര 4 ആണ്? 3 4 ആണ്. 3 4 12, റിമൈൻഡർ 2. 54ന്റെ അടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 52. 52നോട് 2 കൂട്ടിയതല്ലേ 54. അങ്ങനെയാണെങ്കിൽ 3 സ്ക്വയറിന്റെ അവസാനത്തെ അക്കം അതിന്റെ അവസാനത്തെ അക്കം 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അവസാനത്തെ അക്കം 9. 728 ഹോൾ റൈസ് ടു 526ന്റെ അവസാനത്തെ അക്കം കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ്? 728 ഹോൾ റൈസ് ടു 526ന്റെ അവസാനത്തെ അക്കം കാണാൻ വേണ്ടിയിട്ട് 8 അല്ലേ? മുകളിലുള്ള ആളെടുക്കുക 526. 526 4ന്റെ മൾട്ടിപ്പിളിനോട് എത്ര കൂട്ടിയതാണെന്ന് നോക്കാൻ അവിടെ ഹരിക്കണ്ട. എടാ, അവസാനത്തെ 2 അക്കം നോക്കുക 26. 26ന്റെ അടുത്ത് വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ ആരാണ്? 24. 24നോട് 2 കൂട്ടിയതല്ലേ 26. അപ്പൊ 8 സ്ക്വയറിന്റെ അവസാനത്തെ അക്കം കണ്ടാൽ മതി. 8 സ്ക്വയർ 64 ആണ്. അവസാനത്തെ അക്കം എത്രയാ? 4.
ഐഡിയ കിട്ടിയോ? ചെയ്യുന്ന പരിപാടി കിട്ടിയോ? എടാ ഇതിന് പിന്നെ എങ്ങനെ ചെയ്യണ്ട, ഈ 4ന്റെ കേസ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്, അത് അവിടെ വന്നു പോയതാണ്, അവിടെ കിടന്നോട്ടെ. ഇനി കുറച്ച് ചോദ്യങ്ങളിലേക്ക് വരാം. ശരിക്ക് നന്നായിട്ട് ഉത്തരങ്ങൾ കറക്റ്റായിട്ട് പറയണം, ആലോചിച്ചിട്ട് പറയണം. 4 3 2 6 ഗുണിക്കണം 5 3 2 1 എന്ന ഗുണനഫലത്തിന്റെ അവസാനത്തെ അക്കം ആരാ? എടാ അവസാനത്തെ അക്കം കാണാൻ ഇവിടുത്തെ അവസാനത്തെ അക്കം എടുക്കുക 6, അടുത്ത അവസാനത്തെ അക്കം എടുക്കുക 1, 6 × 1 6, അവസാനത്തെ അക്കം 6. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയ അടുത്ത് 2023 ഹോൾ റൈസ് ടു 2023ന്റെ അവസാനത്തെ അക്കം. അപ്പൊ നമ്മുടെ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണ് 3 നോക്ക്. ഏത് കാറ്റഗറിയിൽ പെടുന്നതാ? നമ്മൾ അവസാനം പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നതാ. അപ്പൊ മുകളിലുള്ള പവർ 4ന്റെ മൾട്ടിപ്പിളിനോട് എത്ര കൂട്ടിയതാണെന്ന് നോക്കണം. അപ്പൊ 2023 ഹോൾ റൈസ് ടു 2023 3 നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി പെട്ട ആളാ. മുകളിലുള്ള സാധനം 2023 4ന്റെ മൾട്ടിപ്പിളിനോട് എത്ര കൂട്ടിയതാ അതൊന്ന് കാണാൻ ആ 2023ന്റെ അവസാനത്തെ രണ്ടക്കം എടുക്കുക 23. 23ന്റെ അടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ആരാ? തൊട്ട് പിറകിലുള്ള 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ആരാ? 20. അതിനോട് 3 കൂട്ടിയതാ 23. അപ്പൊ ഇതിന്റെ അവസാനത്തക്കം കാണാൻ ആ കൂട്ടിയ സംഖ്യ 3 അല്ലേ? അപ്പൊ 3³ അവസാനത്തക്കം കണ്ടാൽ മതി. 3³ അവസാനത്തക്കം എന്ന് പറഞ്ഞാൽ എത്രയാ? 27 ആണ്. അതിന്റെ അവസാനത്തക്കം 7 ആണ്. Therefore ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറയാം. 2023 ഹോൾ റൈസ് ടു 2023 അതിന്റെ അവസാനത്തെ അക്കം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട പരിപാടി ലാസ്റ്റ് കാറ്റഗറിയിൽ പെട്ട ആളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മുകളിലേക്ക് നോക്കുക. ആ മുകളിൽ കൊടുത്തിട്ടുള്ള ആള് 4ന്റെ മൾട്ടിപ്പിളിനോട് എന്ത് കൂട്ടിയതാന്ന് നോക്കണം. 2023 4ന്റെ മൾട്ടിപ്പിളിനോട് എന്ത് കൂട്ടിയതാന്ന് കംപ്ലീറ്റ് നോക്കണ്ട. അവസാനത്തെ 2 നോക്കിയാൽ തന്നെ സംഗതി വർക്ക. 23ന്റെ അടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ 20. 20നോട് 3 കൂട്ടിയതാ 23. അപ്പൊ 3 കൂട്ടുകയാണ് ചെയ്തത്. Therefore 3³ അവസാനത്തെ അക്കം കണ്ടാൽ മതി. എത്രയാ? 27. അതിന്റെ അവസാനത്തെ അക്കം 7. അടുത്ത ചോദ്യം 2 4 6 7 റൈസ് ടു 153 ഗുണിക്കണം 3 4 1 റൈസ് ടു 72 എന്ന ഗുണനഫലത്തിന്റെ അവസാനത്തെ അക്കം 2 4 6 7 ഹോൾ റൈസ് ടു 153 ഗുണിക്കണം 3 4 1 ഹോൾ റൈസ് ടു 72 അവസാനത്തെ അക്കം. നോക്കടാ 7 നമ്മുടെ അവസാനത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളല്ലേ? നോക്ക് 7 അവസാനത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളാ. അതിന്റെ അവസാനത്തെ അക്കം കാണാൻ മുകളിലെ സംഖ്യ 4ന്റെ മൾട്ടിപ്പിളിനോട് എത്ര കൂട്ടിയതാന്ന് അറിയണം. 153 4ന്റെ മൾട്ടിപ്പിളിനോട് എത്ര കൂട്ടിയതാ? 53ന്റെ അടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ 52. അതിനോട് 1 കൂട്ടിയതാ 53. അപ്പൊ ഇവിടെ 7/1ന്റെ അവസാനത്തെ അക്കം തന്നെയാണ് കിട്ടുക. ഇൻറ്റു ഇവിടുത്തെ ആരാ? 3 4 1 റൈസ് ടു 72 അത് നമ്മുടെ 1056 വരുന്ന സാധനം. അതിന്റെ അവസാനത്തെ അക്കം 1 തന്നെ. അപ്പൊ ഇതിന്റെ അവസാനത്തെ അക്കം 7, ഇവിടുത്തെ അവസാനത്തെ അക്കം 1. 7 × 1 അതിന്റെ അവസാനത്തെ അക്കം 7 തന്നെ. Therefore ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അതിന്റെയും അവസാനത്തെ അക്കം കിട്ടുന്നത് എത്ര തന്നെയാണടാ? 7 തന്നെയാണ്. ഒരു ചോദ്യം കൂടെ നോക്കാം, ശ്രദ്ധിച്ചോ. 2 3 4 ഹോൾ റൈസ് ടു 100 പ്ലസ് 2 3 4 ഹോൾ റൈസ് ടു 101. 4ന്റെ കേസ് നമുക്കറിയാം അല്ലേ? 4ന്റെ മുകളിലുള്ള ആള് ഇരട്ട സംഖ്യ ആണെങ്കിൽ അവസാനത്തെ അക്കം വരിക 6 ആണ്. 4ന്റെ മുകളിലുള്ള ആള് ഒറ്റ സംഖ്യ 101 ഒറ്റ സംഖ്യ ആണെങ്കിൽ അവസാനത്തെ അക്കം വരിക 4. 6 4 കൂട്ടിയ 10 കിട്ടുക. അതിന്റെ അവസാനത്തെ അക്കം 0 ആണ്. Therefore ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഐഡിയ കിട്ടിയോ എങ്ങനെ ചെയ്തെന്നുള്ളത്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണടാ അവസാനത്തെ അക്കങ്ങൾ കാണുക. ഏകദേശം ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പൊ 3 കാറ്റഗറി ആക്കി തിരിച്ചാൽ മതി. 1 0 5 6 ഈ 4 ഏതെങ്കിലും വരികയാണെങ്കിൽ അതിന്റെ പവർ ആയിട്ട് വരുന്ന എന്ത് സാധനം എടുത്താലും അവസാനത്തെ അക്കം ആ സംഖ്യ തന്നെ. 4 6ന്റെ കേസിൽ 4 9ന്റെ കേസിൽ 4ന്റെ മുകളിൽ ഓടാണെങ്കിൽ 4, 4ന്റെ മുകളിൽ ഈവൺ ആണെങ്കിൽ 6, 9ന്റെ മുകളിൽ ഓടാണെങ്കിൽ 9, 9ന്റെ മുകളിൽ ഈവൺ ആണെങ്കിൽ 1 ആണ് കിട്ടുക. ബാക്കിയുള്ള കേസിൽ ഏതൊക്കെയാ? 2 3 7 8 വരികയാണെങ്കിൽ പവർ നോക്കുക. അത് 4ന്റെ മൾട്ടിപ്പിളിനോട് എത്ര കൂട്ടിയതാണ് അത്രയുമാണ് യൂണിറ്റ് ഡിജിറ്റ് വരിക. അപ്പൊ ആ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ താങ്ക് യു.